ഉത്തർപ്രദേശിലെ സുൽത്താൻപൂർ ലോക്സഭാ മണ്ഡലം ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്ന ഒരു മണ്ഡലമാണ്. ഇത്തവണയും BJPയുടെ സിറ്റിംഗ് MP ആയിട്ടുള്ള മേനകാ ഗാന്ധിയാണ് ഇവിടെ സ്ഥാനാർത്ഥിയാകുന്നത്. കൈവിട്ടുപോയ മണ്ഡലം തിരിച്ചു പിടിക്കാനാണ് SP-യും BSPയും ഇവിടെ ശ്രമിക്കുന്നത്. ഇതോടെ ഇന്നത്തെ ഇലക്ഷൻ ഇന്ത്യ പൂർണ്ണമാകുന്നു. ഇനി കൂടുതൽ വാർത്തകളുമായി വിനീഷ്. 2019 പൊതുതെരഞ്ഞെടുപ്പിൽ ശക്തമായ മത്സരത്തിനാണ് സുൽത്താൻപൂർ സാക്ഷ്യം വഹിച്ചത്. ഇസൗലി, സുൽത്താൻപൂർ സദർ, ലംബുവ, കദീപൂർ എന്നീ മണ്ഡലങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് സുൽത്താൻപൂർ ലോക്സഭാ മണ്ഡലം. 2024 പൊതുതെരഞ്ഞെടുപ്പിൽ BJP വീണ്ടും മേനകാ ഗാന്ധിയെ തന്നെയാണ് മണ്ഡലം നിലനിർത്താൻ മത്സരിപ്പിക്കുന്നത്. അതേസമയം റാംഭുവൽ നിഷാദാണ് സമാജ്വാദി പാർട്ടി ടിക്കറ്റിൽ ഇവിടെ മത്സരിക്കുന്നത്. BSPക്കായി ഉദയരാജ് വർമ്മയും പാർട്ടി കളത്തിലിറക്കിയിട്ടുണ്ട്. 2019 തെരഞ്ഞെടുപ്പിൽ സുൽത്താൻപൂർ ലോക്സഭാ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് BJP സ്ഥാനാർത്ഥി മേനകാ ഗാന്ധി 4,59,196 വോട്ടുകൾ നേടി വിജയിച്ചു. 14,526 വോട്ടുകൾക്കാണ് BSPയുടെ ചന്ദ്രഭദ്ര സിംഗ് സോനുവിനെ പരാജയപ്പെടുത്തിയത്. ഇത്തവണയും വിജയമാർജിൻ വർദ്ധിപ്പിച്ച് തങ്ങളുടെ പിടിയുറപ്പിക്കാനാണ് BJPയുടെയും മേനകാ ഗാന്ധിയുടെയും ലക്ഷ്യം. എന്നാൽ മണ്ഡലം BJPയിൽ നിന്ന് തിരിച്ചുപിടിക്കുക എന്നതാണ് ഇന്ത്യ മുന്നണിയുടെ ലക്ഷ്യം. സാമുദായിക പ്രശ്നങ്ങളും ഗതാഗത പ്രശ്നങ്ങളും കർഷക പ്രശ്നങ്ങളും തൊഴിലില്ലായ്മയും മുൻനിർത്തിയാണ് പ്രതിപക്ഷ പാർട്ടികളുടെ പ്രചാരണം. മെയ് 25 നടക്കുന്ന 6ാം ഘട്ട വോട്ടെടുപ്പിൽ സുൽത്താൻപൂരിൽ തീപാറുമെന്നുറപ്പ്. ഇലക്ഷൻ ഡെസ്ക്, കൈരളി ന്യൂസ്.